ഗൈസ്, വെൽക്കം ടു ഗേളി വ്ലോഗ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണി റെസിപ്പി ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നത്. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ നന്നായി കഴുകി വെച്ച ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, അല്പം തൈര്, ഗരം മസാലപ്പൊടി, കുറച്ച് ചെറുനാരങ്ങ നീര് എന്നിവ ചേർത്ത് നന്നായി കുഴച്ച് മാറ്റി വെക്കുക. ഇനി നമുക്ക് അരി കഴുകിയെടുക്കാം. നമ്മുടെ ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനുള്ള ഒരു ട്രിക്കാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ബിരിയാണി പോട്ടിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഏലക്കായ, കറുകപ്പട്ട ഒക്കെ ഇട്ട് അരി പതുക്കെ ഒന്ന് വറുത്തെടുക്കുക. വറുത്തെടുത്ത അരിയിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിക്ക് പാകമായി എടുത്ത് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഉപ്പിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് ചോറിന് നല്ലൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചേർക്കുന്നത്. ഇപ്പം നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം. മസാലയ്ക്ക് വേണ്ടി അരിഞ്ഞെടുത്ത സവാള കുക്കറിലിട്ടൊരു വിസില് വരുത്താം. മസാല പെട്ടെന്ന് തന്നെ വഴന്നു വരാനും മസാല കുറച്ച് ലൂസായിട്ട് നിൽക്കാനും വേണ്ടിയാണിത്. ചിക്കൻ പൊരിച്ച വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റുക. ശേഷം സവാളയും ഇതിലേക്ക് തക്കാളിയും മുറിച്ചിടുക. അതിലേക്ക് ബിരിയാണി മസാലപ്പൊടി, മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കറിവേപ്പില, മല്ലിയില എന്നിവ ഇട്ട് ശേഷം ചിക്കൻ വെച്ച് കൊടുക്കുക. കുറച്ച് പുതിന ക്രഷ് ചെയ്തതും ചേർക്കുക. ലാസ്റ്റ് കുറച്ച് തൈരും കുരുമുളകും ചേർക്കുക.
ഇനി നമ്മുടെ ചോറിലേക്ക് പശുവിൻ നെയ്യ് ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മുടെ മസാല ചേർക്കാനായി ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് മസാല ചേർത്തിട്ട് ചോറ് കൊണ്ടൊന്ന് മൂടി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ റൈസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനായി കുറച്ച് കാഷ്യൂ, കറിവേപ്പില, സവാള ഒന്ന് ചേർത്ത് കോരിയെടുക്കാം. ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ നമ്മളെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.